നമുക്കെന്ന് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ പഠിക്കാം. GPCR, ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. സയന്റിഫിക് ഓഫീസർ ബയോളജിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. ഇത് ഏതിലാ വരുന്നത്? സെൽ സിഗ്നലിംഗിലാണ് GPCR. അതിന്റെ ഒരു ഭാഗം. സെൽ സിഗ്നലിംഗിൽ കുറെ പഠിക്കാനുണ്ട് നമുക്ക്. അതിൽ ഒരു ഭാഗമാണ് ഈ GPCR കപ്പിൾഡ് റിസപ്റ്റർ. അപ്പൊ നമ്മുടെ സെൽ സിഗ്നലിംഗിൽ നിന്ന് നേരത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം. ക്ലാസ് കഴിയുമ്പോഴത്തേക്കും അത് നോക്കാം കേട്ടോ. അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സയന്റിഫിക് ഓഫീസർ ബയോളജിയിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഓക്കെ, ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ ആർ യൂസ് ടു ഡിറ്റക്ട് ആൻഡ് റെസ്പോണ്ട് ഇൻ മെനി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിഗ്നൽസ് ആൻഡ് ഫംഗ്ഷൻ ആസ് മോളിക്കുലർ സ്വിച്ചസ്. അപ്പൊ ഇതിന് കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഏതാണ് ഇൻകറക്റ്റ് അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെക്കൻഡ് മെസ്സഞ്ചർ. കുറച്ചധികം സെക്കൻഡ് മെസ്സഞ്ചർ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് സെക്കൻഡ് മെസ്സഞ്ചർ അല്ലാത്തത്? അപ്പോൾ നമ്മുടെ സൈപ്രോ സയന്റിഫിക് ഓഫീസർ ബയോളജി കോഴ്സസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 4 മന്ത് കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 6 മന്ത് കോഴ്സ് ഉണ്ട്. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്ററെ പറ്റി പഠിക്കാം. എന്താണ് ഇവിടെ പിക്ചറിൽ നിങ്ങൾക്ക് എന്താ കാണുന്നത്? ഇതെന്താണ്? പ്ലാസ്മ മെംബ്രെയിനില് ലിപ്പിഡ് ബൈലെയർ ഉണ്ട് അല്ലെ? അതിന്റെ ഇടയിൽ ആണ് എന്തുള്ളത്? പ്രോട്ടീൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ റിസപ്റ്റർ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ്. എന്ത് പ്രോട്ടീൻ ആണ് നമ്മുടെ റിസപ്റ്റർ? നമ്മുടെ റിസപ്റ്റർ എന്താണ്? അതായത് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ ഒരു ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ ആണ്. അപ്പൊ ഈ പിക്ചറിൽ കാണിച്ചേക്കുന്നതാണ് നമ്മുടെ പ്രോട്ടീൻ. ഓക്കെ, നമുക്ക് പറയാം ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ ആണ് നമ്മുടെ റിസപ്റ്റർ എന്ന് പറയുന്നത്. ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ ആണ്. ഒരു 7 ആൽഫ ഹെലിക്സ് ഉണ്ട് അതിൽ കേട്ടോ. 7 ആൽഫ ഹെലിക്സ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഹെലിക്സിൽ ഇവിടെ നിങ്ങൾക്ക് ഈ ട്രാൻസ് മെംബ്രെയിനിൽ കാണാം ഒരു 3 ലൂപ്പ് ഔട്ട്സൈഡ് ഉണ്ട്. ഇത് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിന്റെ പുറത്തുള്ള ഭാഗം. ഓക്കെ, ഇത് നമ്മുടെ സൈറ്റോപ്ലാസം. ഓക്കെ, ഇൻസൈഡ്. അപ്പൊ ഇവിടെ 3 ലൂപ്പ് ഉണ്ട് കണ്ടോ. അപ്പോ നമ്മുടെ ഈ ജി പ്രോട്ടീൻ പോയി അറ്റാച്ച് ചെയ്യുന്നത് എവിടെയാണ്? ഈ 3rd ലൂപ്പിലാണ്. ഓക്കെ, നമ്മുടെ ഈ റിസപ്റ്ററില് ഒരു ജി പ്രോട്ടീൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ റിസപ്റ്ററിനെ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു സിഗ്നൽ വരുന്നു. സിഗ്നൽ ഏതും ആകാം. ഹോർമോൺ ആകാം, ന്യൂറോ ട്രാൻസ്മിറ്റർ ആകാം, അല്ലെങ്കിൽ കീമോ അട്രാക്റ്റന്റ്, അതായത് നമ്മുടെ ടേസ്റ്റിലും സ്മെല്ലിലും ഒക്കെ വരുന്ന കീമോ അട്രാക്റ്റന്റ് അല്ലെ? ഏത് വേണമെങ്കിലും ആകാം. അപ്പൊ ഒരു സിഗ്നൽ വന്ന് ആരിലാണ് ബൈൻഡ് ചെയ്യുന്നത്? നമ്മുടെ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. കണ്ടോ, സിഗ്നൽ വന്നു അല്ലെ? സിഗ്നൽ വന്ന് നമുക്ക് പറയാം ഇവിടെ ഒരു സിഗ്നൽ വരുന്നു. ഓക്കെ, സിഗ്നൽ വന്ന് എവിടെ ബൈൻഡ് ചെയ്തു? നമ്മുടെ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തു. ഓക്കെ, റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തപ്പോഴത്തേക്ക് എന്തായി? റിസപ്റ്റർ ആക്ടിവേറ്റഡ് ആയി. അപ്പോ അതിനെന്ത് സംഭവിക്കും? കുറച്ച് കൺഫോർമേഷണൽ ചേഞ്ച് ഒക്കെ സംഭവിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ജി പ്രോട്ടീൻ എവിടെ വന്ന് ബൈൻഡ് ചെയ്യും? നമ്മുടെ ഈ 3rd ലൂപ്പിൽ, റിസപ്റ്ററിന്റെ 3rd ലൂപ്പിൽ പോയി ആര് ബൈൻഡ് ചെയ്യും? ജി പ്രോട്ടീൻസ്. ഓക്കെ, അപ്പോ നമുക്ക് പറയാം ഒരു സിഗ്നൽ വരുന്നു. സിഗ്നൽ വരുമ്പോഴത്തേക്കും സിഗ്നൽ വന്ന് ബൈൻഡ് ചെയ്യും. ആരിൽ വന്ന് ബൈൻഡ് ചെയ്യും? നമ്മുടെ റിസപ്റ്ററിൽ വന്ന് സിഗ്നൽ ബൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പോ സിഗ്നൽ വന്ന് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുമ്പോൾ റിസപ്റ്ററിന് എന്താ പറ്റുന്നത്? കൺഫോർമേഷൻ ചേഞ്ച് സംഭവിക്കും അല്ലെ? അപ്പോ നമുക്കിവിടെ സിഗ്നലിന് ഒരു എക്സാമ്പിൾ കൊടുക്കാം. ആരാണ്? എപ്പിനെഫ്രിൻ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേറെ പേരെന്താണ്? അഡ്രിനാലിൻ. ഓക്കെ, എപ്പോഴാണ് അഡ്രിനാലിന്റെ ഒരു പ്രത്യേകത എന്താ? നമ്മൾ പറയും ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിൽ വരുന്ന ആളാണ്. ഓക്കെ, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. അതായത് ഇപ്പൊ നമുക്ക് പറയാം നമ്മളൊരു പട്ടി കടിക്കാൻ വരുവാണ് അല്ലെ? അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് പറയുവാണെങ്കിൽ എന്താ? ഒരു പട്ടി കടിക്കാൻ നമ്മൾ പെട്ടെന്ന് നടന്നു പോകുമ്പോഴത്തേക്കും പുറകെ ഒരു പട്ടി എന്ത് ചെയ്യും? നമ്മൾ ഓടണം അല്ലെ? അപ്പൊ ഓടണമെങ്കിൽ നമുക്ക് എന്ത് വേണം നമ്മുടെ ബോഡിയിൽ? അപ്പൊ തന്നെ ആ ഒരു നമുക്കൊരു പേടിയാണ്. ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ തന്നെ സിഗ്നൽ കൊടുത്തിട്ട് അഡ്രിനാലിൻ അവിടെ റിലീസായി. ഈ അഡ്രിനാലിൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഓടാനായിട്ട് എനർജി വേണം അല്ലെ? നമ്മുടെ എനർജി ഉണ്ടാക്കുന്ന ആരാണ്? നമ്മുടെ സെൽസില് ഗ്ലൂക്കോസ് അല്ലെ? ഗ്ലൂക്കോസ് വേണം. അപ്പോ
ഇവിടെ എന്താ സംഭവിക്കുന്നത്? അഡ്രിനാലിൻ വന്ന് കുറെ സിഗ്നലിംഗ് മോളിക്യൂൾസ് ഒക്കെ നടക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മളിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഗ്ലൈക്കോജൻ ഒക്കെ എന്തായിട്ട് കൺവേർട്ട് ആക്കണം? ഗ്ലൂക്കോസ് ആയിട്ട് നമുക്ക് ഓടാനുള്ള എനർജി കിട്ടണം. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിൽ വരുന്ന ആളാണ് അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ. ഓക്കെ, അപ്പൊ സിഗ്നൽ ആണ് അല്ലെ. സിഗ്നലിന് നമുക്ക് എന്ത് പറയാം? ലൈഗാൻഡ് വന്ന് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തു, റിസപ്റ്ററിന് കൺഫോർമേഷൻ ചേഞ്ച് ഉണ്ടായി. ഇതാണ് നമ്മുടെ റിസപ്റ്റർ. ഓക്കെ, റിസപ്റ്ററിന് കൺഫോർമേഷൻ ചേഞ്ച് സംഭവിച്ചു. അപ്പൊ ഇനി ഇവിടെ ഒരാളും കൂടി ഉണ്ട്. ആരാണ് ഉള്ളത്? ജി പ്രോട്ടീൻ ഉണ്ട്. നമുക്ക് ജി പ്രോട്ടീനെ പറ്റി പഠിക്കാം. ഈ ജി പ്രോട്ടീന് 3 സബ് യൂണിറ്റ് ഉണ്ട്. എന്തൊക്കെയാ ഉള്ളത്? ആൽഫ, ബീറ്റ, ഗാമ. ഓക്കെ, ഈ ജി പ്രോട്ടീൻ എപ്പോഴും ഒരു ഇനാക്ടിവേറ്റഡ് സ്റ്റേജിലായിരിക്കും. ഓക്കെ, എപ്പോഴാണ് അതിന്റെ ആക്ടിവേഷൻ സംഭവിക്കുന്നത്? റിസപ്റ്റർ, ഈ ജി പ്രോട്ടീൻ റിസപ്റ്റർ കൺഫോർമേഷൻ ചേഞ്ച് സംഭവിക്കുമ്പോഴത്തേക്കും ജി പ്രോട്ടീനും റിസപ്റ്ററും തമ്മിലുള്ള ബൈൻഡിങ് നടക്കും. അപ്പോഴാണ് നമ്മുടെ ജി പ്രോട്ടീൻ ആക്ടിവേറ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇനാക്ടിവേറ്റ് സ്റ്റേജ് അത് നമുക്ക് പഠിക്കാം. ഒരു ഡയഗ്രാം കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇത് നമ്മുടെ ഇനാക്റ്റീവ് GPCR. ഓക്കെ, അപ്പോ ഇത് മെംബ്രെയിനിൽ അറ്റാച്ച് ആയി കിടപ്പുണ്ട്. ആര്? നമ്മുടെ ജി പ്രോട്ടീൻ. ഓക്കെ, നമ്മുടെ ജി പ്രോട്ടീൻ എല്ലാം നമ്മുടെ ഈ മെംബ്രെയിനിലൊക്കെ എല്ലാവരും ഉണ്ട്. ഓക്കെ, സിഗ്നലിംഗ് ഒക്കെ വരുന്ന സമയത്താണ് ഇവര് അസോസിയേഷൻ ഒക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഇവര് എന്താ മെംബ്രെയിനിൽ ഓൾറെഡി ഉണ്ട്. ആര്? കണ്ടോ, ഇത് നമ്മുടെ ജി പ്രോട്ടീൻ, ഇത് ഇനാക്റ്റീവ് GPCR, നമ്മുടെ ട്രാൻസ് മെംബ്രെയിൻ GPCR. അപ്പൊ ഇവിടെ സിഗ്നൽ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ഇവര് റെസ്റ്റിംഗ് സ്റ്റേജ് ആണ്, ഇപ്പൊ ഇനാക്റ്റീവ് സ്റ്റേജ് ആണ്. ജി പ്രോട്ടീന്റെ കണ്ടോ സബ് യൂണിറ്റ് നിങ്ങൾക്ക് കാണാലോ, ആൽഫ, ബീറ്റ, അതുപോലെ മൂന്നാമത്തെ ആള് ഗാമ. അപ്പൊ ഇവരും ഇനാക്റ്റീവ് ആണ്. ഈ ഇനാക്റ്റീവ് സ്റ്റേജില് ഇവരിലേക്ക് ബൈൻഡ് ചെയ്തിരിക്കുന്ന ആരാണ്? GDP. കണ്ടോ, അപ്പൊ നമുക്ക് പറയാം GDP ഏതിലാ ബൈൻഡ് ചെയ്തേക്കണേ? നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം ആൽഫ, ബീറ്റ, ഗാമ. ഇതൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഈ ആൽഫയായിട്ട് ബൈൻഡ് ചെയ്തേക്കുന്ന ആരാണ്? GDP ആരായിട്ടാണ് ബൈൻഡ് ചെയ്തേക്കണേ? ആൽഫ സബ് യൂണിറ്റ് ആണ്. കണ്ടോ, ഗ്രീൻ കളറിലെ സബ് യൂണിറ്റിലാണ് GDP ബൈൻഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ബീറ്റയിലും ഗാമയിലും അല്ല, ആരിലാണ് ബൈൻഡ് ചെയ്തേക്കുന്നത്? ആൽഫ സബ് യൂണിറ്റിൽ. മനസ്സിലായല്ലോ? പക്ഷെ GDP ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ആരാണ് ഇനാക്റ്റീവ് സ്റ്റേജിൽ നിൽക്കുന്നത്? ആൽഫ സബ് യൂണിറ്റ്. അതായത് നമ്മുടെ ജി പ്രോട്ടീൻ ഫുള്ളും ഇനാക്റ്റീവ് സ്റ്റേജിലാണ്. എപ്പോൾ? GDP ഉള്ളപ്പോഴത്തേക്ക്. അപ്പൊ റെസ്റ്റിംഗ് സ്റ്റേജിൽ ഒരു സിഗ്നലും ഇല്ല. ആ സമയത്ത് നമ്മുടെ ജി പ്രോട്ടീൻ ഒക്കെ എന്താ? അവരും ഇനാക്റ്റീവ് ആണ്. ഇനി നമ്മുടെ സിഗ്നൽ മോളിക്യൂൾ വരുന്നു. നമുക്ക് പറയാം നമ്മുടെ എപ്പിനെഫ്രിൻ അല്ലെ. നമ്മൾ ഓടാൻ പോവുക, അപ്പോ സിഗ്നൽ വന്നു അല്ലെ, ഓടാനുള്ള സിഗ്നൽ. ഇപ്പൊ എന്ത് പറഞ്ഞു? സിഗ്നൽ മോളിക്യൂൾ വന്നു. സിഗ്നൽ മോളിക്യൂൾ വന്ന് നമ്മുടെ GPCRൽ ബൈൻഡ് ചെയ്തു. കണ്ടോ, എവിടെ കണ്ടോ നിങ്ങൾ? ബൈൻഡ് ചെയ്തു. ബൈൻഡ് ചെയ്തപ്പോഴത്തേക്ക് ആര് ആക്റ്റീവായി? നമ്മുടെ റിസപ്റ്റർ. ഈ ഗ്രീനിൽ കാണിച്ചേക്കുന്നതാണ് റിസപ്റ്റർ. ഓക്കെ, റിസപ്റ്റർ ആക്ടിവേറ്റ് ആയി. റിസപ്റ്റർ ആക്ടിവേറ്റ് ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? നമ്മുടെ ജി പ്രോട്ടീൻ. ഓക്കെ, ഇവര് 3 പേരും ഒന്നിച്ചുള്ളതാണ്. അതായത് ആൽഫ, ബീറ്റ, ഗാമ. ഇവര് ജി പ്രോട്ടീന്റെ സബ് യൂണിറ്റ് ആണ്. ഇവർ 3 പേരും നമ്മൾ ഒന്നിച്ചാണ് പറയുന്നത് ജി പ്രോട്ടീൻ. ജി പ്രോട്ടീൻ ചെന്ന് ആരിൽ ബൈൻഡ് ചെയ്തു? നമ്മുടെ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തു അല്ലെ. അപ്പൊ ഇവരിവിടെ ബൈൻഡിങ് നടന്നു അല്ലെ. റിസപ്റ്ററും ജി പ്രോട്ടീനും തമ്മിലുള്ള ബൈൻഡിങ് നടന്നു. അപ്പോഴത്തേക്കും എന്തായി? നമ്മുടെ GDP റിലീസ് ചെയ്തു. ഓക്കെ, GDP റിലീസ് ചെയ്തു. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമുക്ക് പറയാം സിഗ്നൽ വന്നു, റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തു, റിസപ്റ്റർ ആക്ടിവേറ്റഡ് ആയി, നമ്മുടെ ജി പ്രോട്ടീനും റിസപ്റ്ററും തമ്മിൽ ബൈൻഡ് ചെയ്തു. അപ്പോഴത്തേക്കും GDP പോയി. കണ്ടോ, ഇത് പോയി, GDP പോയി. അപ്പൊ GDP പോയി കഴിഞ്ഞിട്ട് അവിടെ ഒരു കൺവേർഷൻ നടക്കുന്നുണ്ട്. പിന്നെ ആരാണ് വരുന്നത്? GTP അറ്റാച്ച് ആവും. ഏതില്? ആൽഫ സബ് യൂണിറ്റിൽ. ഓക്കെ, ആൽഫ സബ് യൂണിറ്റില് GTP അറ്റാച്ച് ചെയ്തു. ഈ GTP അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് പറയണത് എന്ത്? ആക്ടിവേറ്റഡ് ആൽഫ സബ് യൂണിറ്റ്. ഓക്കെ, അപ്പൊ 2 കാര്യം പറയാനുള്ളൂ. GDP ഉള്ളപ്പോഴത്തേക്കും നമ്മുടെ ജി പ്രോട്ടീൻ ആക്റ്റീവ് ആണ്. GTP ആകുമ്പോഴത്തേക്കും GDP പോയി GTP ആകുമ്പോഴത്തേക്കും എന്തായി? ആക്റ്റീവായി. ആരാണ് ആക്റ്റീവ് ആവുന്നത്? ആൽഫ സബ് യൂണിറ്റ്. ഓക്കെ, ആൽഫ സബ് യൂണിറ്റിലാണ് ഈ GTP ബൈൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആരാക്റ്റീവായി? ആൽഫ സബ് യൂണിറ്റ്. ഇവിടെ നമുക്ക് ബീറ്റയ്ക്കും ജാമക്കും വേറെ ഫംഗ്ഷൻ ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. ഓക്കെ, എല്ലാവർക്കും ഓരോരോ ഫംഗ്ഷൻ ഉണ്ട്.
അപ്പോ നിങ്ങൾക്ക് ഇവിടെ ഈ പിക്ചറിൽ കാണാം, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ്. നമുക്ക് റിസപ്റ്റർ ഉണ്ട്, നമ്മുടെ ജി പ്രോട്ടീൻ ആൽഫ ബീറ്റ ഗാമ അല്ലെ, ആൽഫ ബീറ്റ ഗാമ നമ്മുടെ ലൈഗാൻഡ് വന്നു, അതായത് നമ്മുടെ എപ്പിനെഫ്രിൻ ഏതും ആകട്ടെ, നമ്മളൊരു എക്സാമ്പിൾ ആയിട്ടാണ് എപ്പിനെഫ്രിൻ പറഞ്ഞത്. അപ്പൊ എപ്പിനെഫ്രിൻ വന്ന് നമ്മുടെ റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്തു, റിസപ്റ്റർ ആക്റ്റീവ് ആയി. അപ്പൊ നമ്മുടെ ജി പ്രോട്ടീൻ അന്നേരം ഏത് ഫോമിലായിരിക്കണേ, GDP ബൗണ്ട് ടു ആൽഫ. ഓക്കെ, ഇവിടെ രണ്ടും കാണിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആയിട്ടാണ് ഇങ്ങനെ കാണിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഒന്നില്ലെങ്കിൽ GDP അല്ലെങ്കിൽ GTP. GDP ബൈൻഡിങ് ആണെങ്കിൽ അവർ ഇനാക്റ്റീവ് സ്റ്റേജ്, GTP ആണെങ്കിലോ ആക്റ്റീവ് സ്റ്റേജ്. ആര്, നമ്മുടെ ജി പ്രോട്ടീൻ. ഓക്കെ, അത് നമുക്ക് പഠിക്കാം. അപ്പോ ഇവിടെ റിസപ്റ്റർ അല്ലെ, നമ്മൾ എഴുതിയത് എവിടെയാ, സിഗ്നൽ വന്നു, റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തു. ഇവിടെ എന്താണ്, ജി പ്രോട്ടീൻ അല്ലെ, ജി പ്രോട്ടീൻ അറ്റാച്ച് ചെയ്തു. ഓക്കെ, ജി പ്രോട്ടീൻ ആദ്യം എന്താ GDP ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ബൈൻഡ് ചെയ്തപ്പോഴത്തേക്കും എന്തായി, കൺഫോർമേഷൻ ചേഞ്ച് ഒക്കെ വന്നു. ഇവിടെ എന്തായി, ഇത് ഇനാക്റ്റീവ് സ്റ്റേജ് ആണ്. അപ്പൊ അടുത്തത് ജി പ്രോട്ടീൻ GTP ആയി, ഇത് ആക്റ്റീവ് ആണ്. നമുക്ക് പറയാം നമ്മുടെ ഈ ജി പ്രോട്ടീൻ ഏത് രീതിയിൽ ആക്ട് ചെയ്യണത്, ആക്ട് ആസ് ഗുവാനിൻ ന്യൂക്ലിയോടൈഡ് എക്സ്ചേഞ്ച് ഫാക്ടർ. ഓക്കെ, നമുക്ക് പറയാം GEF, അതായത് GDP കളഞ്ഞിട്ട് GTP ആയി, അതുകൊണ്ടാണ് ആ പേര് പറയുന്നത്. നമ്മുടെ ജി പ്രോട്ടീൻ ആക്ട് ആസ് ഗ്വാനിൻ ന്യൂക്ലിയോടൈഡ് എക്സ്ചേഞ്ച് ഫാക്ടർ. നമുക്ക് പറയാം ആൽഫ സബ് യൂണിറ്റ് ആരെയാണ് കളയുന്നത്, GDP കളഞ്ഞിട്ട് ആരെ എടുത്തു, GTP ആയി. അപ്പൊ GTP ആയപ്പോഴാണ് ഇവര് ആക്റ്റീവ് ആയേക്കുന്നത്. അത് മനസ്സിലായല്ലോ. അപ്പോ റിസപ്റ്റർ ജി പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു കൺഫോർമേഷൻ ചേഞ്ച് സംഭവിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് പറയാം റിസപ്റ്റർ ജി പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കൺഫോർമേഷൻ ചേഞ്ച് സംഭവിക്കുന്നു. എന്താ സംഭവിക്കുന്നത്, നമുക്ക് പറയാം ജി പ്രോട്ടീൻ GDP ആണ് ആദ്യം അറ്റാച്ച് ചെയ്യുന്നത്. അവരെന്താവും, GDP എടുത്ത് കളഞ്ഞിട്ട് GTP ആവും. അപ്പൊ എന്തായി, അവിടുത്തെ ആൽഫ സബ് യൂണിറ്റിന് കുറെ ആക്ടിവിറ്റി കിട്ടി അല്ലെ. ആൽഫ സബ് യൂണിറ്റ് ഈസ് ഹൈലി ആക്റ്റീവ് ആയ നേരം. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ആൽഫ സബ് യൂണിറ്റിൽ നിന്ന് GDP പോയിട്ട് GTP ആയപ്പോഴത്തേക്കും എന്തായി, ആൽഫ സബ് യൂണിറ്റ് ആക്റ്റീവ് ആയി. ഓക്കെ, അപ്പൊ നമ്മുടെ ആൽഫ സബ് യൂണിറ്റ് നമുക്ക് ജി പ്രോട്ടീനിൽ എന്തൊക്കെയുണ്ട്, ബീറ്റ ഉണ്ട്, ഗാമ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ആൽഫ സബ് യൂണിറ്റ് ഇവര് മൂന്നും കൂടിയാണല്ലോ ഇരുന്ന് വെച്ചത്. അപ്പൊ എന്ത് പറ്റും, ഈ ആൽഫ സബ് യൂണിറ്റിൽ GTP വരുമ്പോഴത്തേക്കും എന്താവും, ആൽഫ സബ് യൂണിറ്റ് അവിടുന്ന് പതുക്കെ ഇറങ്ങിപ്പോരും അല്ലെ. GTP ആണ് കൂടെ ഉള്ളത്, പതുക്കെ തന്നെ ഇറങ്ങിപ്പോരും. എന്നിട്ട് ഈ ആൽഫ സബ് യൂണിറ്റ് പോയി ഒരു എൻസൈമിൽ ബൈൻഡ് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ എപ്പിനെഫ്രിൻ ആണ് പഠിക്കുന്നത്, അതുകൊണ്ട് ഏത് എൻസൈമിലാണ് ബൈൻഡ് ചെയ്യുന്നത്, അഡനൈലൈൻ സൈക്ലേസ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഈ എൻസൈമിനെ കൊണ്ട് അല്ലെ അടുത്ത മോളിക്യൂൾസ് ഉണ്ടാക്കുക. എന്താണ്, സൈക്ലിക് AMP. സൈക്ലിക് AMP ഈസ് എ സെക്കൻഡ് മെസ്സഞ്ചർ. അപ്പൊ നമുക്ക് പറയാം സിഗ്നൽ മോളിക്യൂൾ വന്നു, റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തു, നമ്മുടെ ജി പ്രോട്ടീൻ റിസപ്റ്റർ ബൈൻഡിങ് നടന്നു. ആ ജി പ്രോട്ടീനിൽ GDP ആണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് GTP ആകും. GTP ആകുമ്പോഴത്തേക്കും എന്ത് പറ്റും, ആൽഫ സബ് യൂണിറ്റ് പതുക്കെ അവിടെ നിന്ന് പോന്നിട്ട് എൻസൈമിനെ ആക്ടിവേറ്റ് ആക്കും. ഓക്കെ, ആ എൻസൈം പിന്നെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, സൈക്ലിക് AMP പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായല്ലോ. ഈ സൈക്ലിക് AMP പിന്നെ നമ്മുടെ പ്രോട്ടീൻ കൈനേസ് A അതിനെ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെയാണ് നമ്മുടെ കുറെ മെക്കാനിസംസ് ഉണ്ട്. നമ്മുടെ പ്രോട്ടീൻ കൈനേസ് കുറെ നമ്മുടെ ജീൻ ട്രാൻസ്ക്രിപ്ഷൻ ഒക്കെ കുറെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താ വേണ്ടത്, ഗ്ലൂക്കോസ് റിലീസ് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മുടെ പ്രോട്ടീൻ കൈനേസ് എന്തായിരിക്കും ചെയ്യണത്, ആരെ ആക്ടിവേറ്റ് ആക്കും, ആക്ടിവേറ്റ് ചെയ്യണ ആരെയാണ്, ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് കൈനേസ്. ഓക്കെ, ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് കൈനേസിന് ആക്റ്റീവ് ആക്കും. അവിടുന്ന് അതെന്ത് സംഭവിക്കും, ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് കൈനേസ് ആണ് നമ്മുടെ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോ നമുക്ക് കുറെ സിഗ്നലിംഗ് ഉണ്ട്. ഗ്ലൂക്കോസ് ഉണ്ടാവണം നമ്മുടെ ബ്ലഡിന്, നമുക്ക് എന്താ ബ്ലഡിൽ ഗ്ലൂക്കോസ് ഉണ്ടാവണം നമുക്ക് ഓടാനുള്ള ശക്തി കിട്ടാനായിട്ട്. അപ്പൊ അതിനാണ് ഈ മെക്കാനിസംസ് മൊത്തം നടക്കുന്നത്. ഇത് ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞേക്കുന്നത് GPCRന്റെ കേട്ടോ. ഓരോ ആൾക്കാരും അടുത്ത ആളെ ആക്റ്റീവ് ആക്കി ഇങ്ങനെ പോവുകയാണ്. അപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞു GTPയുടെ കാര്യം പറഞ്ഞു അല്ലെ.
ഇനി അടുത്ത പിക്ചർ നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, സിഗ്നൽ മോളിക്യൂൾ വന്നു. സിഗ്നൽ മോളിക്യൂൾ വന്നു. ഇത് നമ്മുടെ ആൽഫ സബ് യൂണിറ്റ്. ആൽഫ സബ് യൂണിറ്റ് പോയി. ഇവിടെ 3 പേരുണ്ടായിരുന്നു, ആൽഫ ബീറ്റ ഗാമ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ആൽഫ മാത്രം ഇറങ്ങിപ്പോയി ആരും ചെന്ന് ബൈൻഡ് ചെയ്തു, നമ്മുടെ അഡെനൈലൈൽ സൈക്ലേസ്. ഓക്കെ, അഡെനൈലൈൽ സൈക്ലേസ് ബൈൻഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ എൻസൈം ആക്റ്റീവായി. എൻസൈം എന്ത് സിന്തസൈസ് ചെയ്തു? സൈക്ലിക് AMP സിന്തസൈസ് ചെയ്തു. ഓക്കെ, സൈക്ലിക് AMP സിന്തസൈസ് ചെയ്തു. അപ്പോ നമ്മുടെ സെൽസിലെ നമ്മുടെ മെക്കാനിസംസിൽ ഇപ്പൊ എന്താ, എല്ലാം എപ്പോഴും ഇനാക്റ്റീവ് സ്റ്റേജിലായിരിക്കും. എല്ലാം ആക്റ്റീവായി നിന്ന് കഴിഞ്ഞാൽ എന്താ, പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. നമുക്ക് അത്യാവശ്യത്തിന് മാത്രം എന്താ ഉണ്ടായാൽ മതി, ഓരോരോ കോമ്പൗണ്ട്സും നമുക്ക് ഉണ്ടാവണമൊക്കെ എന്താ, നമുക്ക് എന്താ ആവശ്യം വരുന്ന അന്നേരം ഉണ്ടായാൽ മതി. എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരുന്നാൽ എന്താവും, അതെന്തെങ്കിലും ഡിസീസായി മാറും അല്ലെ. അപ്പൊ ഇവിടെ നമ്മുടെ പ്രോട്ടീൻ കൈനേസ് എ ഇനാക്റ്റീവ് ആയിരുന്നു ആദ്യം. അപ്പൊ നമ്മുടെ സൈക്ലിക് AMP വരുമ്പോഴത്തേക്കും ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള ആള് എന്താവും, ആക്റ്റീവ് ആകും. ഓക്കെ, എങ്ങനെയാണ് ഇവർ ആക്റ്റീവ് ആകുന്നത്? ഇവർക്ക് ഇവിടെ 4 സബ് യൂണിറ്റ് ഉണ്ട്, 1 2 3 4. ഈ ആദ്യത്തെ സബ് യൂണിറ്റിന് നമ്മൾ പറയുന്നത് 1 2 സബ് യൂണിറ്റിന് പറയുന്നത് റെഗുലേറ്ററി സബ് യൂണിറ്റ് ആണ്. ഓക്കെ, റെഗുലേറ്ററി സബ് യൂണിറ്റ്. ഓക്കെ, ഈ 3 4 നമ്മൾ പറയുന്നത് കാറ്റലൈറ്റിക് സബ് യൂണിറ്റ്. അപ്പോൾ നമ്മുടെ ഈ റെഗുലേറ്ററി സബ് യൂണിറ്റിൽ വന്ന് നമ്മുടെ സൈക്ലിക് AMP ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അവർ രണ്ടും റിമൂവ് ആയി. പിന്നെ നമ്മുടെ കാറ്റലൈറ്റിക് സബ് യൂണിറ്റ് ആക്ടിവേറ്റ് ആകും. ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായി, നമ്മുടെ ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് കൈനേസിനെ ആക്റ്റീവ് ആക്കും. പിന്നെ നമ്മുടെ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. കുറെ മെക്കാനിസംസ് ഉണ്ട്, നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഓക്കെ, ഇതാണ് ആ പിക്ചർ കണ്ടേക്കുന്നത്. റെഗുലേറ്ററി സബ് യൂണിറ്റ് കണ്ടോ, റെഗുലേറ്ററി സബ് യൂണിറ്റ്, ഇനാക്റ്റീവ് കാറ്റലൈറ്റിക് യൂണിറ്റ്. അപ്പൊ ഈ റെഗുലേറ്ററി സബ് യൂണിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും കാറ്റലൈറ്റിക് സബ് യൂണിറ്റ് ഇനാക്റ്റീവ് ആണ്. നമ്മുടെ സിഗ്നലിംഗ് മോളിക്യൂള് കുറെ സിഗ്നലിംഗ് പ്രോസസ് ഒക്കെ നടന്ന് ലാസ്റ്റ് അഡെനൈലൈൽ സൈക്ലേസിൽ നിന്ന് ആര് റിലീസ് ആവും, സൈക്ലിക് AMP. ആ സൈക്ലിക് AMP ആണ് ഈ റെഗുലേറ്ററി സബ് യൂണിറ്റിൽ വന്ന് ബൈൻഡ് ചെയ്ത് അതിന് ഓക്കെ അവിടെ എന്താവും, അവിടെ ഇനാക്റ്റീവ് ആക്കും. ഓക്കെ, ഇദ്ദേഹത്തിന് അവിടെ ഇനാക്റ്റീവ് ആക്കും. ഓക്കെ, അപ്പൊ ഇവർക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, ഇവിടെ സബ് യൂണിറ്റ് ഉണ്ട്. കാറ്റലൈറ്റിക് സബ് യൂണിറ്റില് ഇവിടെ ഇനാക്റ്റീവ് ആക്കി നിൽക്കുമായിരിക്കും. എന്ത്, റെഗുലേറ്ററി സബ് യൂണിറ്റ് ഇതിൽ ബൈൻഡ് ചെയ്ത് ഇനാക്ടിവേറ്റ് ആയി നിൽക്കുമായിരിക്കും. അപ്പൊ നമ്മുടെ സൈക്ലിക് AMP വന്ന് റെഗുലേറ്ററി സബ് യൂണിറ്റിൽ ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും എന്താ, ഇതൊക്കെ റിവീലായി, കുഴപ്പമില്ല, ആക്റ്റീവായി ആര്, നമ്മുടെ കാറ്റലൈറ്റിക് സബ് യൂണിറ്റ്. പിന്നെ ബാക്കി പ്രോസസ്സുകളൊക്കെ നടത്താം, കണ്ടിന്യൂസ് ആയിട്ടുള്ള സിഗ്നലിംഗ് മോളിക്യൂൾസ് ഒക്കെ നടത്താം. ഇപ്പോ അതായത് നമുക്ക് പറയാം, ഈ എപ്പിനെഫ്രിൻ എപ്പോഴും ഇങ്ങനെ ബൈൻഡ് ചെയ്തുകൊണ്ടിരുന്നു. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമല്ലോ. നമ്മുടെ സെല്ലുലാർ മെക്കാനിസത്തിൽ എങ്ങനെയാണ്, ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അടുത്ത ആള് ഹെൽപ്പ് ചെയ്തോളും. ഓക്കെ, ഒത്തിരി മെക്കാനിസംസ് ഉണ്ട്. അപ്പൊ എപ്പിനെഫ്രിൻ എപ്പോഴും ഇങ്ങനെ ബൈൻഡ് ചെയ്ത് എന്ത് പറ്റും നമുക്ക്, നമ്മുടെ ഇവിടെ ആൽഫ സബ് യൂണിറ്റ് ആക്റ്റീവായി അഡെനൈലൈൽ സൈക്ലേസിൽ നിന്ന് സൈക്ലിക് AMP ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം. ഇനി നമുക്ക് പഠിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് പറയാം, എപ്പോഴും ഈ സിഗ്നൽ, അതായത് എപ്പിനെഫ്രിൻ വന്ന് നമ്മുടെ ബീറ്റ അഡ്രിനർജിക് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തിരുന്ന എന്ത് പറ്റും, പ്രശ്നമായി അല്ലെ. അത് നമുക്ക് ഒരു സ്റ്റോപ്പ് ചെയ്യണ്ടേ, എപ്പോഴും ഒരു ആക്ടിവിറ്റി നടക്കാൻ പാടില്ലല്ലോ. അപ്പൊ സിഗ്നൽ വന്ന് ബൈൻഡ് ചെയ്ത് അതിന്റെ ഇനാക്ടിവേറ്റ് ആയി അതിനെ ഡീഗ്രേഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പൊ അങ്ങനെ നടന്നില്ലെങ്കിൽ എന്ത് പറ്റും, ഈ എപ്പിനെഫ്രിൻ കണ്ടിന്യൂസ് ആയിട്ട് ബൈൻഡ് ചെയ്ത് വരുന്ന എന്ത് പറ്റും, നമുക്ക് അതിനെതിരെ എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പൊ അതിന് നമുക്ക് പറയാം, ഇവിടെ ഒരു ബീറ്റ സബ് യൂണിറ്റും നമ്മുടെ ഗാമ ഉണ്ടല്ലോ, രണ്ടുപേരുണ്ടല്ലോ. ആൽഫ നമ്മുടെ അഡെനൈലൈൽ സൈക്ലേസിൽ നിന്ന് സൈക്ലിക് AMP ഉണ്ടാക്കാൻ പോകുമ്പോൾ ഇവിടെ രണ്ടുപേരുണ്ടല്ലോ ആക്റ്റീവായി നിൽക്കുന്നത്. അവരുടെ കാര്യം പഠിക്കാം. ഇവർ രണ്ടുപേരും കൂടി നമുക്ക് 2 പ്രോട്ടീൻസ് ഉണ്ട്, അവരെ പഠിക്കാം. ഏതാണ്, അതായത് കുറെ നേരം സിഗ്നൽ വന്നു കഴിഞ്ഞാല് പിന്നെ നമുക്ക് എന്ത് പറയാം, ഡീസെൻസിറ്റൈസേഷൻ നടത്തണം അല്ലെ. ഡീസെൻസിറ്റൈസേഷൻ ഓഫ് ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റർ. ഓക്കെ, ഡീസെൻസിറ്റൈസേഷൻ ഓഫ് ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ കുറെ നേരം ഇങ്ങനെ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, പ്രശ്നമാണ്. അപ്പൊ നമുക്ക് പറയാം ബീറ്റ അഡ്രിനർജിക് പ്രോട്ടീൻ കൈനേസ്. ഓക്കെ, PK എന്നിട്ടേക്കുന്നത് പ്രോട്ടീൻ കൈനേസ് ആണ്. അവരുടെ പേര് ബീറ്റ ARK, അതായത് ബീറ്റ അഡ്രിനർജിക് പ്രോട്ടീൻ കൈനേസ്. ഓക്കെ, അടുത്ത ആള് ബീറ്റ അറസ്റ്റിൻ. ഓക്കെ, ബീറ്റ അഡ്രിനർജിക് പ്രോട്ടീൻ കൈനേസിനെയാണ് നമ്മൾ ബീറ്റ ARK എന്ന് പറയുന്നത്. പിന്നെ എന്താണുള്ളത്, ബീറ്റ അറസ്റ്റിൻ. 2 പേരുണ്ട്. അപ്പൊ നമ്മുടെ G പ്രോട്ടീനിൽ 3 പേരുണ്ടായിരുന്നു. ആൽഫ എവിടെയാ പോയത്,
അഡനൈലൈൽ സൈക്ലേസിനെ ആക്റ്റീവ് ആക്കാൻ. അപ്പോ നമ്മുടെ ബാക്കിയുള്ള ആരൊക്കെയാ? നമ്മുടെ ബീറ്റ ആൻഡ് ഗാമ. ഈ ബീറ്റ ആൻഡ് ഗാമ എന്ത് ചെയ്യും? ഇവരെ റിക്രൂട്ട് ചെയ്യും. ഓക്കെ, നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനിലേക്ക് അതായത് പ്ലാസ്മ മെംബ്രെയിനിലുള്ള ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീനിലേക്ക് ആരാണ്? നമ്മുടെ റിസപ്റ്ററിലേക്ക് ആരെ റിക്രൂട്ട് ചെയ്യും? ഫസ്റ്റ് നമ്മുടെ ബീറ്റ അഡ്രിനർജിക് പ്രോട്ടീൻ കൈനേസ്. ഇവിടെ നിങ്ങൾക്ക് കാണാലോ, ഈ യെല്ലോയിൽ കാണിച്ചേക്കുന്ന ബീറ്റ അഡ്രിനർജിക് പ്രോട്ടീൻ കൈനേസിനെ റിക്രൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോ പിന്നെ ഈ ബീറ്റ അഡ്രിനർജിക് പ്രോട്ടീൻ കൈനേസ് എന്ത് ചെയ്യും? ഓക്കെ, അപ്പൊ നമുക്ക് പറയാം, ബീറ്റ ആൻഡ് ഗാമ റിക്രൂട്ട് ആരെയാണ്? ബീറ്റ അഡ്രിനർജിക് ARK. ഈ ARK നമ്മുടെ റിസപ്റ്ററിലുള്ള സെറിൻ റെസിഡ്യൂസിനെ ഫോസ്ഫോറൈലേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ 2 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണാവോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ബീറ്റ ARK സെറിൻ റെസിഡ്യൂസിനെ ഫോസ്ഫോറൈലേറ്റ് ചെയ്യും. ഫോസ്ഫോറൈലേറ്റ് സെറിൻ റെസിഡ്യൂസ് എവിടെയുള്ളതാണ്? നമ്മുടെ റിസപ്റ്ററിലുള്ളത്. ഓക്കെ, നമ്മുടെ ബീറ്റ അഡ്രിനർജിക് റിസപ്റ്ററിലുള്ള സെറിൻ റെസിഡ്യൂസിനെ ഫോസ്ഫോറൈലേറ്റ് ചെയ്യും. അപ്പൊ ഇതെന്തിനായി ഫോസ്ഫോറിലേഷൻ? അടുത്ത ആളെ റിക്രൂട്ട് ചെയ്ത് ബൈൻഡ് ചെയ്യാൻ ഒരു സ്ഥലം വേണ്ടേ? അതുകൊണ്ടാണ് ഇവിടെ ഫോസ്ഫോറിലേഷൻ കൊടുത്തേക്കുന്നത്. കണ്ടോ, ഇതാണ് ആ ഫോസ്ഫോറിലേഷൻ. ബീറ്റ ARK ഫോസ്ഫോറൈലേറ്റ് സെറിൻ റെസിഡ്യൂസ് പ്രസന്റ് ഇൻ ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റർ. അത് കഴിഞ്ഞിട്ട് അടുത്ത ആളെ റിക്രൂട്ട് ചെയ്തു. കണ്ടോ, ആരാണ്? ബീറ്റ ARR, അതായത് ബീറ്റ അറസ്റ്റിൻ. പിന്നെ ബീറ്റ അറസ്റ്റിൻ വരുന്നു അല്ലെ? ബീറ്റ അറസ്റ്റിൻ വന്ന് നമ്മുടെ ഈ സെറിൻ റെസിഡ്യൂവിൽ ബൈൻഡ് ചെയ്തു. കണ്ടോ, ബൈൻഡ് ചെയ്തു. ഇത് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എൻഡോസൈറ്റോസിസ് നടക്കുവാണ്. ഇവരെന്ത് ചെയ്തു? നമ്മൾ റിസപ്റ്റർ അങ്ങനെ അവിടെ ഇരുന്നാൽ ശരിയാകില്ല പ്ലാസ്മ മെംബ്രെയിനില്, പിന്നെയും സിഗ്നൽ വന്ന് പ്രശ്നമായാലോ. അപ്പൊ ഈ റിസപ്റ്ററിനൊക്കെ എന്താ അകത്തേക്ക് കിടക്കുവാണ്. കണ്ടോ, എൻഡോസൈറ്റോസിസ്. മനസ്സിലായോ? അത് കഴിയുമ്പോഴത്തേക്കും റിസപ്റ്ററിനെ എടുത്തു കഴിഞ്ഞ ശേഷം ഇവരെന്താ ഡീഫോസ്ഫോറിലേഷൻ നടന്ന് നമ്മുടെ അറസ്റ്റിൻ ഫ്രീ ആയി പിന്നെ അവര് റിപ്പീറ്റ് ചെയ്യുവാണ്. ഇവരുടെ പ്രോസസ് ഒക്കെ എന്താ റിപ്പീറ്റ് ചെയ്യുവാണ്. അത് പിന്നെയും റീപ്ലേസ് ചെയ്യും അല്ലെ? പിന്നെ അടുത്ത ആക്ടിവിറ്റി നടക്കാം. അടുത്ത ഇതേ മെക്കാനിസം തന്നെ പിന്നെയും നടക്കാനായിട്ട് അവര് രക്ഷോട്ട് പോയി അല്ലെ? അതുകൊണ്ട് പ്രശ്നമില്ല. നമ്മുടെ റിസപ്റ്ററിനെ സേഫ് ആയിട്ട് എൻഡോസൈറ്റോസിസ് മെംബ്രെയിൻ്റെ ഉള്ളിൽ വെച്ചേക്കുവാണ്. കണ്ടോ? ഓക്കെ, അപ്പൊ നമ്മുടെ ബീറ്റ അറസ്റ്റിൻ ഈ സെറിൻ റെസിഡ്യൂസ് നമ്മുടെ റിസപ്റ്ററിലുള്ള വന്ന് ബൈൻഡ് ചെയ്തു അല്ലെ? റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്തു. ഈ റിസപ്റ്ററിനെ എങ്ങോട്ട് കൊണ്ടുപോയി? പിന്നെ അവർ രണ്ടുപേരും കൂടെ എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് പറയാം, ബീറ്റ അറസ്റ്റിൻ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ റിസപ്റ്റർ ഈസ് റിമൂവ്ഡ് ഫ്രം പ്ലാസ്മ മെംബ്രെയിൻ. എന്നിട്ട് എന്താണ് പ്രോസസ്? എന്താ പറയണത്? എൻഡോസൈറ്റോസിസ്. ഓക്കെ, അവര് ഒരു ഇൻട്രാ സെല്ലുലാർ വെസിക്കിളിന്റെ ഉള്ളിലാവും. ഓക്കെ, ആര്? റിസപ്റ്റർ. മനസ്സിലായല്ലോ? ഇവിടെ നമുക്ക് ഈ പിക്ചറിൽ ഒന്നുകൂടെ നോക്കാം. ഇവിടെ ഈ എന്ന് കാണിച്ചേക്കുന്നത് എപ്പിനെഫ്രിൻ ആണ്. എപ്പിനെഫ്രിൻ എപ്പോഴും ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഇവിടെ നമുക്ക് 2 സബ് യൂണിറ്റ് കാണാം. ഏതാണ്? ബീറ്റ, ഗാമ. ഈ GS എന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ ഈ ആൽഫ ഫോം. നമ്മുടെ G പ്രോട്ടീൻ പല രീതിയിലുണ്ട്. GS, GI അങ്ങനെ പല രീതിയിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ GS എന്ന് കാണിച്ചേക്കുന്നത്. ഈ GS എന്ന് കാണിച്ചേക്കുന്നത് നമ്മുടെ G പ്രോട്ടീൻ പല ടൈപ്പ് ഉണ്ട്. GS, GI എന്നൊക്കെ കുറെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ BR ആരെ റിക്രൂട്ട് ചെയ്യും? ആദ്യം ബീറ്റ ARKനെ റിക്രൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ? ഇവിടെ ഫോസ്ഫോറിലേഷൻ സംഭവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബീറ്റ അറസ്റ്റിൻ വന്നു അല്ലെ? ബീറ്റ അറസ്റ്റിൻ എന്ത് ചെയ്തു? ഇവരെ ഇങ്ങോട്ട് എൻഡോസൈറ്റോസിസ് അകത്തോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ബീറ്റ അറസ്റ്റിൻ ഇവിടെ എന്താ ഡീഫോസ്ഫോറിലേഷൻ ഒക്കെ സംഭവിച്ച് ഇവരെന്തായി? ഇവര് അറസ്റ്റിൻ തിരിച്ച് റീപ്ലേസ്ഡ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് നെക്സ്റ്റ് സൈക്കിൾ അല്ലെ? അടുത്ത ഇതിന് വേണ്ടിയിട്ട് എന്തായി? അടുത്ത സിഗ്നൽ വരുമ്പോഴത്തേക്കും വെയിറ്റ് ചെയ്യാനായിട്ട് സിഗ്നൽ വരാൻ ടൈമിൽ നമ്മുടെ റിസപ്റ്റർ മെംബ്രെയിനിലേക്ക് എത്തും. ഇതിങ്ങനെ സൈക്ലിംഗ് ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇത് നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചേക്കുന്നത്. നമുക്ക് ഞാൻ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. എന്തൊക്കെയാ? ഫസ്റ്റത്തെ കുറച്ച് വലിയ സെന്റൻസ് ആണ്. ബാക്കി സെന്റൻസ് വായിക്കാം അല്ലെ? നമുക്ക് ലാസ്റ്റ് തൊട്ട് വായിക്കാം. ഡി എന്താ? GPCR വിത്ത് എ കോമൺ സ്ട്രക്ചർ ഓഫ് 7 മെംബ്രെയിൻ സ്പാനിങ് ആൽഫ ഹെലിക്സ്. ഓക്കെ, നമ്മൾ പഠിച്ചു 7 ആൽഫ ഹെലിക്സ് ഉണ്ട്. ഇനി ആൽഫ സബ് യൂണിറ്റ് ഈസ് എ GTPase which alpha subunit is a GTPase switch protein that alternate between active on state
വിത്ത് ബൗണ്ട് GTP അല്ലെ. ഓൺ എന്ന് പറയുന്നത് അതായത് നമുക്ക് പറയാം ആൽഫ പ്ലസ് GTP ആണ് എന്ത്, ഓൺ. ഓക്കെ, ഓഫ് എന്ന് പറയുന്നത് എന്താണ്, ആൽഫ പ്ലസ് GDP. ഇത് ഓർത്തോളണം കേട്ടോ എപ്പോഴും, ഓൺ ഓഫ്. അപ്പൊ ഇനാക്റ്റീവ് എന്ന് പറയുന്നത് GDP വെച്ച്. ഓക്കെ, അതും കറക്റ്റ് ആണ്. ഇനി GPCR ആർ കപ്പിൾ ടു ട്രൈമറിക് G പ്രോട്ടീൻ കംപ്രൈസിംഗ് 3 സബ് യൂണിറ്റ്. അതും ശരിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ ഇൻകറക്റ്റ് ഏതാണ്, എ ആണ് ഇൻകറക്റ്റ്. അപ്പൊ ഇതിലെ ആൻസർ വരുന്നത് എന്താണ്, എ. ദ ഓൺ ഫോം ഗെറ്റ് ബൗണ്ട് ടു ബീറ്റ ആൻഡ് ഗാമ സബ് യൂണിറ്റ് ആൻഡ് ആക്ടിവേറ്റ് എ മെംബ്രെയിൻ ബൗണ്ട് എഫക്ട് ലൈക്ക് അഡനൈലൈൽ സൈക്ലേസ് അല്ലെങ്കിൽ ഫോസ്ഫോലിപ്പേസ് സി ഓർ അയൺ ചാനൽ. അത് നമുക്ക് നോക്കാം. ഓൺ ഫോം ആണോ, അല്ലല്ലോ. ഓൺ ഫോം എന്താണ്, ഏതാണ്, നമ്മുടെ ആൽഫ അല്ലേ. അപ്പൊ ആൽഫ ആദ്യം നമ്മൾ പറഞ്ഞു റിസപ്റ്ററിൽ നമ്മുടെ സിഗ്നൽ വരുമ്പോഴത്തേക്കും G പ്രോട്ടീൻ എല്ലാം പോയി ബൈൻഡ് ചെയ്തു. അപ്പൊ ആൽഫയിൽ ആദ്യം GDP ആണ്, അത് കഴിഞ്ഞിട്ട് GTP ആയി, ആൽഫ അസോസിയേറ്റഡ് വിത്ത് GTP. അത് കഴിഞ്ഞ് എന്താ, ആൽഫ അവിടുന്ന് പോയിട്ട് എൻസൈമിനെ ആക്റ്റീവ് ആക്കുന്നു അല്ലെ. അപ്പൊ ഏതാണ് റോങ്, നമ്മുടെ എ ആണ് റോങ്. അപ്പൊ ഇത്രയും പഠിച്ചാലേ നമുക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഇനി ഇത് തന്നെ നമുക്ക് ഫോസ്ഫോലിപ്പേസ് സി, അയൺ ചാനൽ ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോ അഡനൈലൈൽ സൈക്ലേസിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് ഇതുപോലെ തന്നെ മെക്കാനിസംസ് എന്താ, ഫോസ്ഫോലിപ്പേസ് സി ഉണ്ട്. അത് നമുക്ക് നോക്കാം. എന്തായിരിക്കും അത്, നമുക്ക് പറയാം ഫോസ്ഫോലിപ്പേസ് സി അല്ലെ, അതല്ലേ നിങ്ങൾക്ക് പഠിക്കണ്ടേ. ഫോസ്ഫോലിപ്പേസ് സി എന്ന് പറയുന്നത് ഒരു എൻസൈം ആണ്. ഈ എൻസൈം ഏതിലാണ് ആക്ട് ചെയ്യുന്നത്, ആക്ട് ഓൺ ലിപ്പിഡ്. ഏത് ലിപ്പിഡിലാണ്, നമുക്ക് പറയാം PIP2. ഇതിന്റെ ഫുൾ ഫോം എന്താണ്, ഫോസ്ഫാറ്റൈഡൽ ഈനോസിറ്റോൾ, ഫോസ്ഫാറ്റൈഡൽ. ഇപ്പോ PIP2ന്റെ ഫുൾ ഫോം എന്താ, ഫോസ്ഫോറ്റൈഡൽ ഈനോസിറ്റോൾ 4,5 ബിസ്ഫോസ്ഫേറ്റ്. ഓക്കെ, ഇത് നമ്മുടെ മെംബ്രെയിനിലുള്ളതാണ്. ഓക്കെ, നമ്മുടെ പ്ലാസ്മ മെംബ്രെയിനിലുള്ള ലിപ്പിഡ് ആണ്. ഏത്, ഈ PIP2 എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഫോസ്ഫോലിപ്പേസ് സി ഏതിലാണ് ആക്ട് ചെയ്യുന്നത്, PIP2ലാണ് ആക്ട് ചെയ്യുന്നത്. ഇതൊരു എൻസൈം ആണ് കേട്ടോ, എൻസൈം. നമ്മുടെ സിഗ്നലിംഗിൽ വരുന്ന ഒരാളാണ്. ആക്ട് ചെയ്ത് ഏതിൽ ആക്ട് ചെയ്ത്, മെംബ്രെയിൻ ലിപ്പിഡിൽ ആക്ട് ചെയ്ത് കുറച്ച് സെക്കൻഡ് മെസ്സഞ്ചേഴ്സിനെ ഉണ്ടാവും. ഓക്കെ, സിഗ്നലിംഗ് മെക്കാനിസം ആണ്. സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആരൊക്കെയാണ്, ഡൈ അസൈൽ ഗ്ലിസറോൾ. ഓക്കെ, ഡൈ അസൈൽ ഗ്ലിസറോളും അതുപോലെ തന്നെ അടുത്ത ആളാണ് ഈനോസിറ്റോൾ 1,4,5 ട്രൈഫോസ്ഫേറ്റ്. ഓക്കെ, അപ്പൊ ഇവരുടെ പേര് വേറെ എന്ത് പറയാം, IP3. ഇനി ഡൈഅസൈൽ ഗ്ലിസറോളിന്റെ വേറെ പേര് എന്താ നമുക്ക് പറയാം, റെപ്രസെന്റ് ചെയ്യാം DAG. അപ്പൊ ഇത് രണ്ടും എന്താണ്, സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആണ്. മനസ്സിലായോ. അപ്പൊ ഇവര് പിന്നെ എന്താ ചെയ്യുന്നത്, അടുത്ത സിഗ്നലിംഗ് മോളിക്യൂൾ എന്താ, ഇവര് എന്ത് ചെയ്യും, സിഗ്നൽസ് റിലീസ് ഓഫ് കാൽസ്യം അല്ലെ, കാൽസ്യം അയോൺസ് ഫ്രം ഇൻട്രാസെല്ലുലാർ കമ്പാർട്ട്മെന്റ്സ്. അപ്പൊ നമ്മുടെ സൈറ്റോസോളിക് കാൽസ്യം കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സൈറ്റോസോളിക് കാൽസ്യം കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസം ആണ് വരുന്നത്. അപ്പൊ നമുക്ക് പറയാം ഫോസ്ഫോലിപ്പേസ് സി. ഇത് കുറച്ച് കാര്യമാണ് നമ്മൾ പഠിക്കുന്നത് എന്താണെന്നുള്ളത്. ഫോസ്ഫോലിപ്പേസ് സി ആക്ട് ഓൺ ഏതിലാണ്, നമ്മുടെ ലിപ്പിഡ്. ഏതാണ്, PIP2. എന്നിട്ട് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ഉണ്ടാകുന്നുണ്ട്, എന്ത്, ഡൈഅസെറ്റൈൽ ഗ്ലിസറോളും ഈനോസിറ്റോൾ 1,4,5 ട്രൈഫോസ്ഫേറ്റും. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് സെക്കൻഡ് മെസ്സഞ്ചേഴ്സിന്റെ പേര് പഠിച്ചു. ഏതൊക്കെയാണ്, ഡൈഅസൈൽ ഗ്ലിസറോൾ, അതുപോലെ തന്നെ ഈനോസിറ്റോൾ 1,4,5 ട്രൈഫോസ്ഫേറ്റ്. ഓക്കെ, നമ്മുടെ ഈ ഫോസ്ഫോലിപ്പേസ് ഇല്ലേ, ഇതെന്താണ്, ഒരു എൻസൈം ആണ്. നമ്മുടെ കോബ്രയിലൊക്കെ ഉണ്ട്. ഓക്കെ, കുറച്ച് ടോക്സിക് ആയിട്ടുള്ള സ്നേക്ക് ഒക്കെ ഇല്ലേ, വെനമസ് ആയിട്ടുള്ള ആൾക്കാരില് എന്തുണ്ട്, നമ്മുടെ ഫോസ്ഫോലിപ്പേസ് ഉണ്ട്. ഓക്കെ, സ്നേക്ക് എന്ന് എഴുതാം. എന്തുണ്ട്, നമ്മള് ഫോസ്ഫോലിപ്പേസിന് നമ്മൾ പറയുന്നത് PLC ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് PLC ആരെയാണ് ഡിസ്ട്രക്ട് ചെയ്യുന്നത്, ഇവിടെ എന്തിനെയാണ്,
PiP2. PiP2 എന്ന് പറയുന്നത് എന്താണ്? ഒരു ലിപ്പിഡ്. അപ്പൊ നമ്മുടെ RBC അല്ലെ, നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് മെമ്പറൈനെ എന്തായി? കളയും അല്ലെ. ആര്? PLC. ഇപ്പൊ PLC ഉണ്ട്, കൂടുതലായിട്ടുണ്ട് അല്ലെ സ്നേക്കിൽ. അതുകൊണ്ടാണ് RBC ഒക്കെ റപ്ചർ ആയി പോകുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ആൻസർ നോക്കാം, ചെയ്തു നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെക്കൻഡ് മെസ്സഞ്ചർ? അപ്പൊ ഏതൊക്കെയാണ്? ഡൈ അസൈൽ ഗ്ലിസറോൾ അല്ലെ, നമ്മളിപ്പോ പഠിച്ചു ഡൈ അസൈൽ ഗ്ലിസറോൾ. ഓക്കെ, സെക്കൻഡ് മെസ്സഞ്ചർ. ഇനി അടുത്ത എന്താണ്? ഈനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ്. എന്താണ് ഈനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ്? എന്താണ്? ഇനി അടുത്ത എന്താണ്? ഈനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ്. എന്താണത്? ഈനോസിറ്റോൾ 1,4,5 ട്രൈഫോസ്ഫേറ്റ്. അത് അവരെ എഴുതിയിട്ടില്ല, കുഴപ്പമില്ല. അതും എന്താണ്? സെക്കൻഡ് മെസ്സഞ്ചർ ആണ്. ഇനി നമ്മുടെ സൈക്ലിക് AMP പോലെ സൈക്ലിക് GMP എന്താണ്? സെക്കൻഡ് മെസ്സഞ്ചർ. നമ്മുടെ ഫോസ്ഫോടൈഡൽ അല്ലെ, ഫോസ്ഫോടൈഡൽ ഇനോസിറ്റോൾ എന്തെന്ന് നമ്മൾ പറഞ്ഞത്? ഇത് സെക്കൻഡ് മെസ്സഞ്ചർ ആണോ? അല്ല. ഇതെന്താണ്? ലിപ്പിഡ് അല്ലെ. നമ്മുടെ PLC പോയി ബ്രേക്ക് ചെയ്യുന്ന ആരെയാണ്? നമ്മുടെ ഫോസ്ഫോടൈഡൽ ഇനോസിറ്റോൾ. അപ്പൊ നമ്മൾ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അപ്പൊ സിഗ്നലിംഗിന്റെ ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അല്ലെ. കുറച്ച് ടഫ് ആണ്, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ എന്താ? സിമ്പിൾ ആണ്, നല്ല ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിഗ്നലിംഗ്. അപ്പൊ നമ്മള് ഫോസ്ഫോറിലേഷൻ എന്താണ്, ഡീഫോസ്ഫോറിലേഷൻ എന്താണ്, മിക്കപ്പോഴും ഫോസ്ഫോറിലേഷൻ എന്താ? ആക്ടിവേഷൻ ആണ് സംഭവിക്കുന്നത്. പക്ഷെ ചില കേസുകളിൽ ഫോസ്ഫോറിലേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഇൻആക്ടിവേഷൻ സംഭവിക്കുന്നതും ഉണ്ട്. അതായത് ഓരോ എൻസൈം എപ്പോഴാണ് ആക്റ്റീവ് ആകുന്നത്, എപ്പോഴാണ് ഡീആക്ടിവേറ്റ് ആകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ സിഗ്നലിംഗ് എന്ന് പറയുന്നത് എന്താ? ഇത് ഒരിടത്ത് നിൽക്കുന്നതല്ല, ഇതെന്താ? എല്ലാം ലിങ്ക്ഡ് ആണ്. പല പല സിഗ്നലിംഗ് മെക്കാനിസംസും ലിങ്ക്ഡ് ആണ്. അപ്പൊ നമുക്കത് പഠിക്കാം. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.